സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ലോകമെങ്ങും പുതുവത്സരാഘോഷത്തിന്റെ നിറവിലാണ്. ആഘോഷത്തിന്റെ മറവിൽ ലഹരി ഇടപാടുകളും നടക്കുന്നുണ്ട്. ലഹരി മൂലം പലയിടത്തും അക്രമങ്ങളും കൊലപാതകവും അരങ്ങേറി. ഇതിൽ കേരളത്തെ നടുക്കിയത് തൃശൂരിലെ ഒരു കൊലക്കേസാണ്. യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത് പ്രായപൂർത്തിയാകാത്ത 2 കൗമാരക്കാർ. തൃശൂരിലെ കൊലപാതക കേസിലെ പ്രായപൂർത്തിയാകാത്ത പ്രതികൾ ലഹരിക്ക് അടിമകളെന്ന് പോലീസ് പറയുന്നു. ഇരുവരും കഞ്ചാവും മദ്യവും ഉപയോഗിച്ചിരുന്നു. മോഷണ കേസുകൾ ഉൾപ്പെടെ പിടിക്കപ്പെട്ടിട്ടുള്ള ഇരുവർക്കും ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. പ്രതികൾ കഞ്ചാവ് ലഹരിയിലായിരുന്നുവെന്ന് മരിച്ച ലിവിന്റെ സുഹൃത്തും ദൃക്സാക്ഷിയുമായ അരുൺ ന്യൂസ് 18നോട് പ്രതികരിച്ചു. അസ്വാഭാവികമായ സാഹചര്യത്തിൽ കുട്ടികളെ കണ്ടതുകൊണ്ടാണ് ലിവിൻ ഇടപെട്ടതെന്നും അരുൺ പറയുന്നു. സംഭവിച്ചത് ഞങ്ങൾ ഇന്നും വൈകുന്നേരം അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട്. നടക്കുന്ന സ്പോട്ടിൻ്റെ അടുത്ത് അന്നിരിക്കുമ്പോൾ 2 പെൺകുട്ടികൾ അതിലിങ്ങനെ വാസ് ചെയ്തു. ഒരു 18 വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ വാസ് ചെയ്തു. അപ്പോൾ ഇത്തിരി കഴിഞ്ഞപ്പോൾ അത് ഇരുട്ടായി. ആ കുട്ടികൾ വരേണ്ട സമയം കഴിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ പോയി അവിടെ നോക്കുമ്പോൾ വേറെ 2 ആൺകുട്ടികൾ അപ്പുറം ഇരിപ്പുണ്ട്. ആ പെൺകുട്ടികൾ അവിടെ ഇല്ല. അപ്പോൾ അവരോട് ചോദിച്ചാൽ എന്താ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കാൻ പാടില്ല, ഇത് നല്ല സ്പോട്ടല്ല, ഇവിടെ സ്ക്വാഡുകാർ വരും, കാരണം അതുപോലെ ഇവിടെ ഭയങ്കര ഡേഞ്ചർ ഒരു ഏരിയയാണ്, വെട്ടയില്ല, വെളിച്ചില്ല. അപ്പോൾ അവരോട് പറയുമ്പോൾ അവരെന്തോ വേറെ അവസ്ഥയിൽ അപ്പം പറഞ്ഞു ഇവിടെ നിൽക്കാൻ പാടില്ല അപ്പോൾ എന്ന് പറഞ്ഞ് ഞങ്ങളവരെ പറഞ്ഞു വിട്ടു. അപ്പോൾ ആൾക്കൊരു കോള് വന്ന ആളെന്തോ പറഞ്ഞു, അതിലെന്തോ ആണ് അവർക്ക് ആ ആളുമായിട്ടൊരു പറ്റായത്. എന്നിട്ട് അത് കഴിഞ്ഞ് ഇവരെ പറഞ്ഞ് ഞങ്ങൾ ഫോൺ വന്ന ഈ മരിച്ചു പോയ പയ്യനാണ്. അപ്പോൾ വിളിച്ചിട്ട് എന്തോ പറയും ഇവിടെ നിൽക്കാൻ പാടില്ല, ഇത് നല്ല സ്പോട്ടല്ല, ഇത് ഇന്ന് ന്യൂ ഇയർ കൂടെയാണ്, കാരണം ഇവിടെ ചെയ്യുന്ന സ്ഥലമാണ്, നിങ്ങളിവിടെ വന്നിട്ട് അത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ പോയിക്കോന്ന് പറയും. അപ്പോൾ ഈ കുട്ടികളെന്തോ നോർമലല്ല. അതിലൊരു കുട്ടി പറയുമ്പോഴൊക്കെ വേറെ അതിൻ്റെ സീരിയസ്നെസ് ഒന്നുമല്ല ഒരു കാര്യം എടുക്കണേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങോട്ട് പോകുന്നു, ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് വഴി പോകുന്നു. വന്നു കഴിഞ്ഞ് ഇവർ 2ആയിട്ടൊക്കെ തിരിഞ്ഞിട്ട് അതിലൊരു പയ്യൻ ബ്ലാക്ക് ഇട്ട് ഒരു ഇതുള്ള പയ്യൻ തിരിഞ്ഞിട്ട് നീ അത്രയ്ക്കായുടെ അല്ലെങ്കിൽ എന്തോ അതുപോലെ ഒരു വാക്ക് ചോദിച്ചിട്ട് ഇതിങ്ങനെ എന്നിട്ട് ഓടി. അപ്പം ഞാൻ വിളിച്ചിട്ടാ എന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ പുറകെ ചെല്ലുമ്പോൾ നാളെ നിനക്കും തരാടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആളെന്നോട് പറഞ്ഞു എഴുതാ എന്നെ കുത്തിയിടാന്ന് പറഞ്ഞു. ഞാൻ ആളെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇമ്മ 2 പേരും എന്നിട്ട് ഓടി ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇവിടെ നിന്നിട്ട് തെറിച്ചു പോയി. ഇവിടുന്ന് എങ്ങനെയോ തെറിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ആ ഡോക്ടറെ അടുത്ത് നോക്കുമ്പോൾ എൻ്റെ കൂടെ അനു എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. ആ കുട്ടി പറഞ്ഞു എടാ അനുവേട്ട ഇവനല്ലായിരുന്നു ചോദിച്ചു. അപ്പോൾ അവൻ ഈ കയ്യൊക്കെ മുറിഞ്ഞവൻ അവിടെയുണ്ട്. ഈ റെയിൽവേ തന്നെ ഇവിടെ തന്നെ വന്നിട്ട് ആള് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണം അതില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് പോലീസുകാരോട് പറഞ്ഞു സാറേ ഇവനുണ്ടായിരുന്നു, ഇവനാണ് നീ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ വന്ന് പിടിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു അവൻ വീട്ടിൽ ഓടി വന്ന് കയറിയിട്ട് അവൻ്റെ കൈ മുറിഞ്ഞെന്നോ വയറുവേദനയാണെന്നോ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഇവന് ചോദിക്കുമ്പോഴൊക്കെ ഇവനെ ഓക്കെയാണ്. അത് ഞാൻ ഇവരെ അകത്തോട്ട് കയറ്റി. ഒപ്പമുണ്ടായിരുന്ന പയ്യനെ പിന്നെ അതിന് എത്രയോ സമയങ്ങളും കഴിഞ്ഞിട്ടാണ് ആളെ അന്നേരം ഇല്ല. ഹോസ്പിറ്റലിൽ വരുമ്പോൾ ആളില്ല, കൂടെ അവൻ തന്നെയുള്ളൂ. ഈ പെൺകുട്ടികൾ ഇവരുടെ കൂടെ വന്നതല്ല, പെൺകുട്ടികൾ തനിച്ചെത്തി. പിന്നീട് നിങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോൾ ആ പെൺകുട്ടികൾ അവിടെ ഇല്ല, അവിടെ കാണാൻ പകരം ഈ 2 കുട്ടികൾ അവിടെ ഉള്ളത്. 15 വയസ്സ് 16 വയസ്സുള്ള 16 വയസ്സ് അത്രേ ഉള്ളൂ. ചെറിയ കുട്ടികളാണ്. സ്കൂളിൽ പഠിക്കണം. അസ്വാഭാവികമായിട്ടുള്ള രീതിയിൽ പിന്നെ ഡ്രസ്സിങ് ഒരു വളരെ ഒരു ഡ്രസ്സിങ് ഉണ്ട്. അതിപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ, കാരണം ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണോ അല്ലെങ്കിൽ വേറെ എന്താണ് നമ്മളെ തൃശ്ശൂരിലുള്ളൊരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഏതായാലും പുറത്തുള്ള കുട്ടികളാണ് അറിയാണ്ട് പോയത്. ലഹരി ഉപയോഗിച്ചിരുന്നു അവിടെ ഇരുന്നിട്ട് അവരെന്തോ ലഹരി ഉപയോഗിച്ചിരുന്നു അതിൽ ഈ ചെയ്ത അവൻ. കാരണം ആള് നോർമലല്ല. അത് നമുക്ക് ആളോട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും. കാരണം ആളൊരു എല്ലാ ഒരു സിമ്പിൾ രീതിക്കും അതുപോലെ ഇതൊന്നും ഞാൻ ഇവിടെ എങ്ങും അല്ല, നിങ്ങളൊന്നും എനിക്കൊന്നും അല്ല എന്നുള്ളൊരു ഭാവമുണ്ടല്ലോ. നമ്മൾ ഒരാളോട് കാര്യം പറയുമ്പോൾ ആ ഒരു അവസ്ഥയല്ല. പക്ഷെ മറ്റേ പയ്യൻ നല്ല നോർമൽ. നമ്മൾ പറയുന്നുണ്ട് വാടാ നമ്മൾ പോവും, ഇങ്ങനെയല്ല നീ ഇങ്ങനെയാണ് സ്ഥലം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മറ്റവൻ കേൾക്കാൻ റെഡിയല്ല. നിങ്ങൾ തിരിഞ്ഞ് നടന്നപ്പോഴാണ് തിരിഞ്ഞ് പോകുന്നു. 2 തിരിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വിളിച്ചിട്ട് ഇതാ ഇങ്ങനെയാന്ന് പറഞ്ഞു. എന്നിട്ട് വന്നിട്ട് അസഭ്യം പറഞ്ഞ ശേഷം കൂത്തുമായിരുന്നു. എന്നിട്ട് അവർ പിന്നെ ഞാൻ കുത്തിക്കഴിയുമ്പോഴേ ഞാൻ അറിയണില്ല. അത് കഴിഞ്ഞിട്ടാണ് എന്നെ കുത്തിയെന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞ് ചെല്ലുമ്പോൾ അമ്മമാർ ഓടിക്കളഞ്ഞു. ഇവിടെ വന്ന് ഡ്രസ്സ് ചെയ്യാനോ എന്തിനോ വന്ന് അത് കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ചു പോയി. കാരണം ഇവിടുത്തെ ഒരു സ്റ്റാഫ് മറ്റോ പറഞ്ഞേ ഇവരെ ഇങ്ങനെ 2 പിള്ളേർ വന്നിട്ട് പോയി, ഇവിടുന്ന് അവർ ഇറങ്ങി ഓടിപ്പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ
ഈ കുത്തി പയ്യനെ കൊണ്ട് അവൻ്റെ അമ്മയോ ആരാന്ന് തോന്നുന്നു വന്നിട്ട് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഈ അനു എന്നോട് പറയുന്നത്, അതാ ഇന്ന ആളെ നോക്കിയാനേട്ടാ ഇന്ന ആളല്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കിയോ അവനാ, അപ്പോൾ അവർ സാധ്യത ഇന്ന ആളാന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ച മറ്റവനെ കൂടെ എന്തോ ഇതാക്കി എടുക്കുമായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. അതിനിടെ പുതുവർഷം ആശംസിക്കാത്തതിന് തൃശൂർ മുള്ളൂർക്കരയിൽ യുവാവിനെ കുത്തിവീഴ്ത്തിയെന്ന ഒരു വാർത്തയും അല്പസമയം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. ആറ്റൂർ സ്വദേശി സുഹൈബിനാണ് കുത്തേറ്റത്. ക്രിമിനൽ കേസ് പ്രതി ഷാഫിയാണ് കുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഈ വിഷയങ്ങളാണ് സ്പോട്ട് ലൈവ് ഇന്ന് പ്രധാനമായും പരിശോധിക്കുന്നത്. കുട്ടികളെയും കൗമാരക്കാരെയും കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്നത് ലഹരിയും ന്യൂജൻ സിനിമകളുമാണോ? തൃശ്ശൂരിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. ഇതോടൊപ്പം മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫും മനഃശാസ്ത്രജ്ഞ ഡോക്ടർ വിപിൻ റോളൻഡും സ്പോട്ട് ലൈവിൽ തത്സമയം ചേരും. ആദ്യം നവമി ദിനേശിലേക്കാണ്. നവമി, നമുക്കറിയാം ഇന്നലെ ഈ പുതുവത്സരാഘോഷത്തിന്റെ മറവിൽ പലയിടത്തും അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളും ഏറെ ഗൗരവമുള്ള സംഭവം ഇതിന്റെ മറവിൽ പലയിടത്തും ലഹരി ഉപയോഗം നടന്നു. ഈ ലഹരിയുടെ അടിമത്തത്തിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നു. പക്ഷെ നമ്മളെയൊക്കെ കേരളത്തെ ഏറെ നടുക്കിയ സംഭവം തൃശ്ശൂരിലെ കൊലപാതകമാണ്. ആ കൊലക്കേസിലെ പ്രതികൾ പ്രായപൂർത്തിയാകാത്ത 14ഉം 15ഉം വയസ്സുള്ള 2 കൗമാരക്കാർ. അവർ ലഹരിക്ക് അടിമകളായിരുന്നു എന്ന് പറയുന്നു. ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അതിനേക്കാൾ അപ്പുറം ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ സമീപകാലത്ത് ഇറങ്ങിയ ചില ന്യൂജൻ സിനിമകളൊക്കെ ഈ കുട്ടികളെ കൗമാരക്കാരെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്ന രീതിയിൽ പല വിമർശനങ്ങളും ഈ സമീപകാലത്ത് ഉയർന്നു കേൾക്കുന്നതാണ്. പണി, മുറ, ആവേശം ഉൾപ്പെടെയുള്ള സിനിമകളൊക്കെ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള കൗമാരക്കാരെ അവരെ ഒരു ഹീറോ പരിവേഷത്തിലേക്ക് മാറ്റുന്നു. ഇതൊക്കെ ഈ കുട്ടികളെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. തൃശ്ശൂരിൽ നടന്ന ഈ കൊലപാതകം, യുവാവിന്റെ കൊലപാതകം, അതിന്റെ പശ്ചാത്തലം എന്താണ് ഈ ദൃക്സാക്ഷിയായിട്ടുള്ള അരുൺ പ്രതികരിച്ചത്? നിലവിൽ ഈ പ്രതികൾ 2 പേരും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നവമി, പലപ്പോഴും നമ്മൾ ഈ ലഹരി കേസിൽ യുവാക്കൾ പിടിയിലായി അല്ലെങ്കിൽ ലഹരിയുമായി യുവാക്കൾ പിടിയിലായെന്നൊക്കെ വാർത്ത ലഭിക്കുമ്പോൾ പോലീസൊക്കെ പറയുന്നത് ഇവർ ലഹരി കൊണ്ടുവരുന്നത് കോളേജുകളിലും സ്കൂളുകളിലുമായി വിതരണം ചെയ്യുന്നതിനാണ്, ഇവരുടെ ഇവർ ഫോക്കസ് ചെയ്തത് വിദ്യാർത്ഥികളിലാണെന്നൊക്കെ പല വാർത്തകളിലും നമ്മൾ കേൾക്കുന്നതാണ്, നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് ഈ ലിബിന്റെ മരണവുമായി ബന്ധപ്പെട്ടും പറയാനുള്ളത്. ഈ 2 വിദ്യാർത്ഥികൾ, അതും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുഞ്ഞു കുട്ടികളാണ്. അവരാണ് ഇതിലെ കേസിലെ പ്രതികളെന്ന് തന്നെ നമുക്ക് അവരെ വിളിക്കാൻ കഴിയില്ല. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് ഓർക്കുമ്പോഴാണ് ഏറെ വിഷമിപ്പിക്കുന്ന മറ്റൊരു കാര്യം. ഈ 2 കുട്ടികളും അവരുടെ സ്കൂളുകളിൽ നിന്നൊക്കെ ഇതിനു മുൻപ്, അതായത് 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ക്ലാസ്സിൽ നിന്നും സ്കൂളിൽ നിന്നും ഇവരെ പുറത്താക്കിയതാണ്. അതും സമാനമായ രീതിയിൽ സഹപാഠികളോട് കത്തി വീശി അവിടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചതിനും ലഹരി ഉപയോഗിച്ചതിനും ഒക്കെയാണ് കുട്ടികളെ സ്കൂളിൽ നിന്നും പുറത്താക്കിയത്. ഇവരെ പാരൻസിനോട് ഇക്കാര്യം പറയുന്നുണ്ടായിരുന്നു. മാതാപിതാക്കൾ ഇവരെ ജുവനൈൽ ഹോം ഈ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയതാണ്. അവിടെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും പുറത്തിറങ്ങി 2 ദിവസത്തൊക്കെ ഈ ലഹരി ഉപയോഗിക്കാതിരിക്കും. വീണ്ടും പഴയത് തന്നെയാണ് ഇവർ കാണിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കുന്നാഥ സ്വാമി ക്ഷേത്രത്തിന് അടുത്തുള്ള ഈ തേക്കിൻകാട് മൈതാനിയിലാണ്. ഇവിടെയാണ് ഈ സംഭവം നടന്നത്. ഇന്നലെ നമുക്കറിയാം ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഇവിടെ നിറച്ചും ആളുകൾ എത്തുന്ന സമയമാണ്. ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി അപ്പോഴാണ് ഈ ലിബിനും അരുണും ഇവിടെ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായും ഇവിടെ എത്തുന്നത്. ആ സമയത്ത് അവരിവിടെ നിൽക്കുമ്പോഴാണ് 2 പെൺകുട്ടികൾ ഈ ആളൊഴിഞ്ഞ ഈ പ്രദേശത്തേക്ക്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്പം കാട് പിടിച്ച് കിടക്കുന്ന ഒരു ആളൊഴിഞ്ഞ പ്രദേശമാണ്. ഇവിടെ 7 മണി സമയമാകുമ്പോഴത്തേക്കും നല്ല ഇരുട്ടാണ്. പെൺകുട്ടികൾ ഒരു അസ്വാഭാവികമായി തോന്നി ഇങ്ങോട്ട് കയറിപ്പോയത്. കുറേ നേരം കഴിഞ്ഞിട്ട് ഇവരെ കാണാത്തതിനെ തുടർന്നാണ് ഇവർ 2 പേരും, ഈ മരിച്ച ലിബിനും സുഹൃത്ത് അരുണും ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അത് വന്നതിന് ശേഷം ഇവിടെ ആ പെൺകുട്ടികളെ കാണുന്നില്ല. പകരം ഈ 2 കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. അവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നതായി ഇവർക്ക് തോന്നി. കഞ്ചാവ് വലിക്കുന്നതാണെന്ന് ലിബിനും അരുണിനും തോന്നി. ഇവരോട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, കഞ്ചാവ് വലിക്കുകയാണോ അല്ലെങ്കിൽ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ച് അവരോട് സംസാരിക്കുന്നു. ഈ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ നിന്ന് എത്രയും വേഗം പോകണം, ഇവിടെ പോലീസ് വരും, ഇവിടെ ആരും വരാത്ത ഇടമാണെന്നൊക്കെ
കുട്ടികളോട് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഏകദേശം ഒരു അരമണിക്കൂർ ഇവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാകുന്നു. ഈ വാക്കുതർക്കത്തിനൊടുവിൽ ലിബിന് ഒരു ഫോൺ വരുന്നു. ആ ഫോണിൽ സംസാരിച്ച ശേഷം ലിബിനും അരുണും ഇവിടെ നിന്ന് പുറത്തേക്ക് ഈ തിരിച്ച് റോഡിലേക്ക് വരുന്നതിനിടയിലാണ് ഈ കുട്ടി കയ്യിൽ കരുതിയിരുന്ന ആയുധവുമായി എത്തി ലിബിന്റെ നെഞ്ചിൽ കുത്തിയത്. ഒപ്പമുണ്ടായിരുന്ന അരുൺ ഇത് കണ്ടില്ല. അരുൺ വിചാരിച്ചത് ഈ വിദ്യാർത്ഥി ലിബിനെ അടിച്ചതായിരിക്കുമെന്ന്. ആ സമയത്ത് ലിബിൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നെഞ്ചിൽ കുത്തേറ്റ്. അപ്പൊ അരുണും ഈ കുട്ടിയെ അടിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താടാ ചെയ്തതെന്ന് ചോദിച്ച് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണ് ലിബിൻ പറഞ്ഞത് എനിക്ക് കുത്തേറ്റിട്ടുണ്ടെന്ന്. ഉടനെ തന്നെ അടുത്തുള്ള ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പോകുന്നതിനിടയിൽ തന്നെ ലിബിൻ മരിക്കുകയായിരുന്നു. ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ കുട്ടി, അതായത് ഈ ലിബിനെ കുത്തിയ കുട്ടിയുടെ കയ്യിലും ആ കുത്തുന്നതിന്റെ ഇടയിൽ ആ ആയുധം കൊണ്ട് തന്നെ പരിക്കേൽക്കുന്നു. അതിനുവേണ്ടി അതിന് ചികിത്സ തേടുന്നതിന് വേണ്ടി ആശുപത്രിയിൽ എത്തുകയും അരുൺ കാണുകയും ഉടനെ പോലീസിനെ ഇക്കാര്യം അറിയിച്ച് അവിടെ ഉണ്ടായിരുന്ന പോലീസിനോട് വിവരം അറിയിച്ച് ഈ കുട്ടിയെ പിടികൂടുകയും ചെയ്തു. പിന്നീട് ഈ കുട്ടിയുടെ മൊഴിയിൽ നിന്നാണ് സഹപാഠിയും ഒപ്പം ഉണ്ടായിരുന്നെന്ന് പോലീസിന് മനസ്സിലാകുകയും ചെയ്തത്. തുടക്കത്തിൽ പോലീസിന് ഒരു ആശയക്കുഴപ്പം ഉണ്ടായി. കാരണം ഈ കുട്ടികൾ പറയുന്നതിൽ മൊഴിയിലെ ഒരു വൈരുദ്ധ്യമുണ്ട്. ഇവർ രണ്ടുപേരും രണ്ട് കഥകൾ പറയുന്നു. ഈ കുട്ടി പറയുന്നത് ഞങ്ങൾക്കൊപ്പം പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, ആ പെൺകുട്ടികളോട് ലിബിൻ മോശമായി പെരുമാറി, ഇതിന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കുത്തിയതെന്നാണ് ലിബിൻ പോലീസിനോട് ഈ കുട്ടി ആദ്യം പറയുന്നത്. അങ്ങനെ ലിബിനും ഇത്തരത്തിൽ മദ്യലഹരിയിലായിരുന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ ഈ കുട്ടികൾ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ പോലീസിന് എന്തോ ഒരു അസ്വാഭാവികത തോന്നി. രണ്ട് കുട്ടികളും പറയുന്നതിലെ ഒരു വൈരുദ്ധ്യം മനസ്സിലായ പോലീസ് പിന്നീട് ഇവരുടെ കുടുംബത്തെ വിവരം അറിയിക്കുകയും ഇവരുമായി ബന്ധപ്പെട്ട ബാക്കി ബന്ധുക്കളുടെ ഒക്കെ വിവരം എടുക്കുമ്പോഴാണ് ഈ കുട്ടി കയ്യിൽ ആയുധം കരുതുന്ന ആളാണെന്നും ലഹരിക്കടിമയാണെന്നും സ്കൂളിൽ നിന്നും ഇതിന്റെ പേരിൽ പുറത്താക്കിയതാണെന്നുമുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഒപ്പം ഇവർക്ക് മുൻപും ഇത്തരത്തിൽ ഈ മോഷണ ശ്രമങ്ങളും മറ്റ് ആക്രമണങ്ങളും ഒക്കെ നടത്തുന്ന കുട്ടികളാണ്. ആ സമയത്തൊക്കെ ഇവരുടെ ഒരു പ്രായം കണക്കിലെടുത്ത് പോലീസ് ഉപദേശിച്ചു വിടുന്നതിനപ്പുറത്തേക്ക് ഇവർക്കെതിരെ കേസുകളൊന്നും ചുമത്തിയിട്ടിരുന്നില്ല. ഇത് തന്നെയാണ് ഈ കുട്ടികൾക്ക് വളമായി മാറിയതും ഇത്ര വലിയൊരു കൊലപാതകത്തിലേക്ക് കുട്ടികളെ നയിച്ചതും ആ ഒരു ഇളവ് തന്നെയാണ്. എന്തായാലും ഈ കുട്ടികളുടെ മൊഴിയും ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും പോലെ നമ്മുടെ പോലീസിന്റെ നിയമ സംവിധാനങ്ങളുടെ ഒക്കെ വീഴ്ച ഒരുപക്ഷെ ഈ കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടാകാം. ഇതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള രണ്ട് കുട്ടികളെ ഇതിനു മുൻപും പല മോഷണം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളായിട്ടും പോലീസ് അവർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല. ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്തുണ്ടായി. നവമി, ഒരു കാര്യം കൂടി അറിയേണ്ടത്, ആരായിരുന്നു ഈ 14-15 വയസ്സുള്ള കൗമാരക്കാർക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ? കാരണം ഇതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ ഒപ്പം എത്തുന്ന ആ പെൺകുട്ടികൾ അവരെന്തിനാണ് അവിടെ എത്തിയത്? ലഹരി ഉപയോഗം ഉണ്ടായിരുന്നോ? ഇവരുടെ മറ്റു പശ്ചാത്തലം, ഈ കുടുംബ പശ്ചാത്തലം അടക്കം ഈ കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പിതാവ് ഒരു ഗുണ്ടയായിരുന്നു, കൊലക്കേസിലെ പ്രതിയായിരുന്നു. ഇതുപോലെ ഒരു അക്രമത്തിനിടെ കുത്തേറ്റ് കൊല്ലപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ ഒരു കുടുംബ സാഹചര്യം, സാമൂഹ്യ പശ്ചാത്തലമൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ, ഒരു കൗമാരക്കാരൻ ഇതുപോലുള്ള ഒരു അക്രമ സംഭവത്തിലേക്ക് വഴിമാറുന്നതിൽ അതിശയപ്പെടാനില്ല. പക്ഷെ അവിടെ നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമുണ്ട്, പോലീസിന്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. പോലീസ് ഒന്നും വേണ്ട രീതിയിൽ ഇടപെടാത്തത് കൊണ്ട് തന്നെ, നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെയാണ്, പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയല്ലേ ഇതുപോലുള്ള അക്രമ സംഭവങ്ങൾ, ഈ കുട്ടികളെ ഇതുപോലെ ഒരു കൊലക്കേസിൽ പ്രതികളാകാൻ, പിടിക്കപ്പെടാനൊക്കെ കാരണമായത്. ഇവരിതുപോലെ അക്രമ സംഭവങ്ങളിലേക്ക് കൂടുതൽ അക്രമികളാകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കിയത്. നവമി, ടോം, ആദ്യം ഈ രണ്ട് പെൺകുട്ടികൾ ഈ ഒരു 7 മണി സമയത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് വെച്ചാണ് ലിബിന് കുത്തേൽക്കുന്നത്. ഇവിടേക്ക് വരുന്നത് കണ്ടിട്ടാണ് ലിബിനും അരുണും, ഏറെ സമയം കഴിഞ്ഞിട്ടും ഈ പെൺകുട്ടികൾ തിരിച്ചു വരാത്തതിൽ ഒരു അസ്വാഭാവികത തോന്നിയാണ് ഇരുവരും ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ആ സമയത്ത് പെൺകുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഈ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നത് കണ്ട്, ഇവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ട് ആ പെൺകുട്ടികൾ മറ്റു വഴിയിൽ കൂടി പുറത്തേക്ക് പോയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ പോലീസ് പറയുന്നത് ആ സംഭവം നടക്കുന്ന സമയത്ത് പെൺകുട്ടികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അരുണും അത് തന്നെയാണ് പറയുന്നത്. ഈ പെൺകുട്ടികളെ അന്വേഷിച്ചാണ് അരുണും ഇങ്ങോട്ട് വന്നത്, അരുണും ലിബിനും ഇങ്ങോട്ട് വന്നത്. പക്ഷെ അവിടെ പെൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല. പകരം ഈ രണ്ട് കുട്ടികൾ മാത്രമാണ് ഇവിടെ ഇരുന്ന് ലഹരി ഉപയോഗിക്കുന്നത് ഇവരുടെ കണ്ണിൽ
പെട്ടത്. പെൺകുട്ടികൾ എനിക്ക് തോന്നുന്നു മറ്റു ഇവിടെ വേറെ വഴികളുണ്ട്, ആ റോഡിൽ കൂടി പെൺകുട്ടികൾ പുറത്തേക്ക് പോയി കാണും. ലിബിനും അരുണും അത് ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വലിയൊരു മരണത്തിലേക്ക് വരെ നയിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. മറ്റൊന്ന്, ഈ മാതാപിതാക്കൾ പറയുന്നത്, ഈ കുട്ടികളുടെ അമ്മമാർ പറയുന്നത് ഇവരുടെ ലഹരി ഉപയോഗം കാരണം അല്ലെങ്കിൽ ഇവരുടെ ഒരു ദുർനടപ്പ് കാരണം ഈ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ആക്കിയിരുന്നു. അവിടെ കുറച്ച് ദിവസം കിടന്നതിന് ശേഷം പുറത്തിറങ്ങി പിന്നീട് 2 ദിവസം ഈ ലഹരി ഉപയോഗിച്ചിരുന്നില്ല, വീണ്ടും പഴയ പോലെ ലഹരി ഉപയോഗിക്കുന്നു. നമുക്കറിയാം ടോം, ഇങ്ങനെ ലഹരിയുടെ വലയിൽ അകപ്പെട്ട കുട്ടികൾക്ക് അതിൽ നിന്നും തിരിച്ചു വരിക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായിട്ടുള്ള സംഭവമാണ്. കാരണം അവർ കൂടി സ്വയം ചിന്തിക്കണം, ഇതിനി ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സുഹൃത്തുക്കളുമായി കൂട്ടുകെട്ടുകൾ ഉണ്ടാകരുതെന്ന് അവർ സ്വയം ചിന്തിച്ചാൽ മാത്രമേ ഇതിൽ നിന്നൊരു മുക്തി ഉണ്ടാവുകയുള്ളൂ. ലഹരിക്കടിമകളായ കുട്ടികളാണ്, 2 കൗമാരക്കാരാണ് ഒരു കൊലക്കേസിൽ പ്രതികളായി പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇതോടൊപ്പം തൃശ്ശൂരിൽ നിന്ന് തന്നെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത വരുന്നുണ്ട്. ഒരു യുവാവിനെ ഈ പുതുവത്സര ആശംസ അർപ്പിക്കാത്തതിന്റെ പേരിൽ, ആശംസ നേരാത്തതിന്റെ പേരിൽ കുത്തി വീഴ്ത്തി എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. നവമി ദിനേശ് തന്നെ ചേരും ആ വാർത്തയുമായി ബന്ധപ്പെട്ട്. അതിന്